മാഷേ, സ്പീക്കർ NM ഷംസീർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരുന്നത് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകും എന്നാണ്. അദ്ദേഹത്തിനാവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഡിസ്ക്വാളിഫൈ ചെയ്ത് അസംബ്ലിയിൽ നിന്ന് പുറത്താക്കാൻ. ആർട്ടിക്കിൾ 191 ഉണ്ട് തീർച്ചയായിട്ടും MLA പുറത്താക്കാൻ. അത് ഇവിടെ അപ്ലൈ ചെയ്യാനാവുമോ? രാഹുൽ മാങ്കൂട്ടം ഈ സംഭവത്തിൽ ഉൾപ്പെട്ട് ഒരു കേസിൽ ഒന്നിലധികം കേസിൽ പ്രതിസ്ഥാനത്ത് ഇപ്പൊ നിൽക്കുകയാണല്ലോ. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നേ ഉള്ളൂ, അതെ, കൺവിക്റ്റഡ് അല്ല. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിയമം ബാധകമാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് അതിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോൺഗ്രസിനും CPM-നും ഒരേപോലെ വെല്ലുവിളിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ പുറത്താക്കിയാൽ MLA സ്ഥാനം അദ്ദേഹത്തിന് കളയാൻ പറ്റുകയില്ല, അത് കോൺഗ്രസിന്റെ കയ്യിലല്ല. എന്നാൽ അദ്ദേഹം MLA ആയിട്ട് നിലനിൽക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നവുമാണ്. ഇവിടെ ഈ നിയമം, അത് ജനപ്രാതിനിധ്യ നിയമം, ആ നിയമത്തിൽ പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയാം. അപ്പോൾ മനസ്സിലാകും, പ്രേക്ഷകർക്കും നമുക്കും ഓരോരുത്തർക്കും മനസ്സിലാകും എന്താണ് സംഭവം എന്ന് വെച്ചാൽ. ഭരണഘടനയുടെ അനുച്ഛേദം 191 അത് പ്രകാരം രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ചെയ്യുന്ന ജോലി, MLA എന്ന ഒരു പദവിയാണല്ലോ, സേവനമാണ്, അതിന് പക്ഷെ പ്രതിഫലമുള്ളതാണ്. ആ പദവിയോടൊപ്പം ലാഭമുണ്ടാക്കുന്ന മറ്റൊരു ജോലി, അതിലേക്ക് പോയാൽ അതില്ല, അപ്പൊ ഇല്ലല്ലോ, അത് ബാധകമാണ്. രണ്ടാമത് വരുന്നത് ഇദ്ദേഹത്തിന്റെ മാനസികാരോഗ്യം മോശമാണെന്ന് വ്യക്തമായ തെളിവ് ലഭിക്കണം. അതിന് സൈക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, അപ്പൊ ആ സാധ്യതയും മങ്ങി. പിന്നെയുള്ളത് പാപ്പരായി ഏതെങ്കിലും ഒരു കേസിൽ ഇദ്ദേഹത്തെ പ്രഖ്യാപിക്കണം, അതായത് മണി സൂട്ടിന്റെ ഭാഗമായി ആണ്. ഇനി ഇദ്ദേഹത്തിനും പാപ്പരായി ഹർജി കൊടുക്കാം, അങ്ങനെ സംഭവിച്ചിട്ടില്ല. പാപ്പർ ഹർജി കൊടുക്കാം, അത് സംഭവിച്ചു. കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടേ ഇല്ല. എല്ലാവരും പണക്കാരായിക്കൊണ്ടേ ഇരിക്കുകയാണ്, കൂട്ടുകയാണ്. അപ്പൊ പിന്നെ ആ സംഭവം ഇല്ല. പിന്നെ ഉള്ളത് പൗരത്വം റദ്ദാകുക എന്നുള്ള, ഇന്ത്യൻ പൗരനല്ലാതായി തീരുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ആരോപണം അദ്ദേഹത്തിന്റെ നേതാവിനെതിരെ, അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെ പല ബ്രിട്ടനിലെ കോടതിയിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കുറിച്ച് അതില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ അമ്മയ്ക്ക് ഇന്ത്യൻ പൗരം ആവുന്നതിന് മുമ്പ് വോട്ടേഴ്സ് ID കാർഡൊക്കെ കൊടുത്തു. അങ്ങനെ അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പേരില്ല, അത് വലിയ കേസ്. പിന്നെ അങ്ങനെ പൗരത്വം റദ്ദാകുന്ന സാഹചര്യം അദ്ദേഹത്തിനല്ല. കൂറുമാറ്റ നിയമം 10ാം പട്ടിക പ്രകാരം അദ്ദേഹത്തിന് സ്പീക്കർക്ക്, ഇപ്പൊ ഈ പറഞ്ഞ പ്രസ്താവന നടത്തിയ സ്പീക്കർക്ക് അദ്ദേഹത്തെ അയോഗ്യനാക്കാം. അദ്ദേഹം ഏതെങ്കിലും പാർട്ടിയിലേക്ക് കൂറ് മാറിയിട്ടുണ്ടോ? ഒരു പാർട്ടിയിലേക്ക് ഇന്ന് വരെ KSUവിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൂറുമാറിയതിന് കുറ്റമാണോ? അത് കുറ്റമല്ല. അത് കാരണം അത് മാതൃസംഘടനയിലേക്കല്ലേ, അത് കൂറുമാറ്റവും അല്ലല്ലോ, പ്രായാധിക്യം കൊണ്ട് സംഭവിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിന് ചെയ്യാവുന്ന, ജയിച്ച രാഷ്ട്രീയ പാർട്ടി, ഇപ്പൊ അദ്ദേഹം ജയിച്ചിരിക്കുന്ന കോൺഗ്രസിൽ നിന്നാണ്, ആ പാർട്ടിയിൽ നിന്ന് ഈ MLA സ്ഥാനം വഹിച്ചുകൊണ്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്നാൽ, അങ്ങനെ ഡിഫെക്ഷൻ ലോ പ്രകാരം അദ്ദേഹത്തെ അയോഗ്യനായിട്ട് പ്രഖ്യാപിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയില്ലേ, ഈ പാർട്ടി അദ്ദേഹത്തെ ഇങ്ങനെ ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടിക്കുകയാണ്, കഷ്ടപ്പെടുത്തുകയാണ്, വിഷമിപ്പിക്കുകയാണ്, എനിക്ക് പ്രതിരോധത്തിന്റെ കോട്ടകളൊന്നും ഇവർ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണേൽ രാജിവെക്കാം. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാലും ഇതേ സംഭവം അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി റദ്ദാകും, മരിച്ചാലും ഇല്ലാതാവും. അതുപോലെയുള്ള പുള്ളി രാജിവെക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, വിപ്പ് ലംഘിച്ചാല്, ഇപ്പൊ നിയമസഭയുടെ വോട്ടെടുപ്പിന്റെ ഭാഗം തന്നെ വിപ്പ് ലംഘിക്കുക എന്ന് മാത്രമല്ല, വിപ്പ് കൊടുത്തിട്ട് ഹാജരാകാതിരുന്നാലും ഇതേ സംഭവം പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്ത് നടപടി എടുപ്പിക്കാവുന്നതാണ്. പിന്നെ സ്പെസിഫിക് ആയിട്ട് മറ്റൊരു പാർട്ടിയിൽ അംഗത്വം എടുത്തു എന്ന് ബോധ്യം, അതിപ്പോ വരെ അദ്ദേഹത്തിനില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം ആംഗ്ലോ ഇന്ത്യൻ
നാമനിർദ്ദേശം പോലെ ആരെങ്കിലും നാമനിർദ്ദേശം വന്നിട്ടുള്ളത്, ഇതാണ് നിയമം പറയുന്നത്, നാമനിർദ്ദേശം ചെയ്ത് വന്നിട്ടുള്ളതാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ആ നാമനിർദ്ദേശത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചേർന്നാൽ അതും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ബാധകമായ കാര്യമല്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്നും പറഞ്ഞ് VD സതീശനെ ഇപ്പൊ പറയും ഇദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞാൽ തന്നെ സ്പീക്കർക്ക് അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല. എഴുതി കൊടുത്താൽ എത്തിക്സ് കമ്മിറ്റിയെ വെക്കണം. ആ എത്തിക്സ് കമ്മിറ്റി അന്വേഷിക്കണം. എത്തിക്സ് കമ്മിറ്റി ആദ്യം അത് റിക്രൂട്ട് ചെയ്യണം, അവരെ ഫോം ചെയ്യണം, എല്ലാ പാർട്ടിക്കാരെയും ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഡയറക്ഷൻ. അപ്പൊ എല്ലാ പാർട്ടിക്കാരെ ഉൾപ്പെടുത്തി ഇവരെ ഇദ്ദേഹം കുറ്റം ചെയ്ത എന്താണ് കുറ്റം എന്നുള്ളത് കാണിക്കണം. ആ കുറ്റത്തിന്റെ ഒരു അന്വേഷണം ഇപ്പൊ SIT നടത്തുന്ന പോലെ ഇവർ പോയി നടത്തണം എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത ആളുകളെ എല്ലാം കണ്ട് ചോദിക്കണം, കുറ്റം ചെയ്ത സ്ഥലങ്ങൾ സന്ദർശിക്കണം, അവിടെ എല്ലാം പോയിട്ട് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിക്കണം. ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പ്രഖ്യാപിക്കും. വിജ്ഞാപനം പ്രഖ്യാപിച്ചാൽ പിന്നെ ഒരു നടപടി എടുക്കാൻ. പക്ഷേ വേറെ സാധ്യതയുണ്ട്, ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അതിലേക്ക് വരുന്നത്. അതായത് ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് കൂടാതെ അദ്ദേഹം ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ശിക്ഷ, അതായത് 1951 RPA നിയമപ്രകാരം, ജനപ്രാതിനിധ്യ നിയമം തന്നെ, ഏതെങ്കിലും ക്രിമിനൽ കേസിൽ അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചാൽ അത് ആന്റണി രാജുവിനും സംഭവിച്ചത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് അത് ക്യാൻസൽ ആകും. അത് സംഭവിക്കും. പിന്നെ ഈ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച കാര്യം ഓർക്കണം, ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. സ്പീക്കർ അവിടെ ആക്ഷൻ എടുക്കണമെന്നില്ല, ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി. പിന്നെ ആക്ഷൻ എടുക്കുന്ന ആരാ? നിയമസഭാ സെക്രട്ടറി. ലോക്സഭയിലാണെങ്കിൽ ലോക്സഭാ സെക്രട്ടറി ഒരു നോട്ടിഫിക്കേഷൻ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ കൊടുത്തത്. അപ്പോ പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിക്ഷ വിധിക്കാൻ 2 വർഷത്തിൽ കൂടുതൽ വേണം കേട്ടോ. അതിൽ കുറവാണെങ്കിൽ അതും സംഭാവ്യമല്ല. 2 വർഷമെങ്കിലും വേണം മിനിമം. ഇപ്പോഴാണ് 2 കുറച്ചത്, നേരത്തെ 5 ആയിരുന്നു. ആണ്. പിന്നെ അത് ഇവരെല്ലാരും കൂടി കാരണം അവർക്ക് ബാധകമായി. പിന്നെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചായിട്ട് തെളിയിക്കണം. അത് ഏതായാലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇല്ല. പിന്നെ അഴിമതി കാണിക്കണം, അതില്ല. പിന്നെ ചെലവ് കണക്ക് നിശ്ചിത സമയത്തിന് ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കേണ്ട ആ ഫോമിൽ ചെലവ് കണക്ക് കൊടുത്തില്ല എങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനാണ് അങ്ങനെ ഒരു സംഭവം നടക്കും. പിന്നെ സർക്കാരിന്റെ കരാറുകളോ സാമ്പത്തിക ഭദ്രത ലഭിക്കാവുന്ന മറ്റു പരിപാടികളിലൊക്കെ ഏർപ്പെട്ടാൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ആയത് ഇതിന്റെ മുകളിലുണ്ട്. അതായത് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി സഭയുടെ അന്തസ്സിനോ ചട്ടങ്ങൾക്കോ സരസ്വതിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു MLA ഒരു പരാതി കൊടുത്താൽ അതേക്കുറിച്ച് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഇദ്ദേഹത്തെ അയോഗ്യനാക്കാം. ആ രീതിയിൽ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എല്ലാം അവസാനം വരുമ്പോൾ അദ്ദേഹത്തെ അയോഗ്യനാക്കാനായിട്ട് ഒരു MLAയുടെ ഒരു പരാതി കൊടുത്തിട്ട് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി അന്വേഷിച്ച് സംഭവം ശരിയാണെന്ന് റിപ്പോർട്ട് കൊടുത്താൽ, പക്ഷെ അപ്പോഴൊരു കാര്യമുണ്ട്, ഈ റിപ്പോർട്ട് കൊടുത്താലും ഫൈനൽ ഡിസിഷൻ ആരുടെയാണ്? സ്പീക്കറുടെയാണ്. ഇതാണ് നമ്മളുടെ നിയമം പറയുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിനുള്ളിൽ ഈ ഒരു കാര്യം നടക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. ഇദ്ദേഹം ഇപ്പം നമ്മുടെ സ്പീക്കർ ഇപ്പം നിയമ ഉപദേശം തേടിയിട്ടേ ഉള്ളൂ. അത് വരാൻ ഇനി ഒരാഴ്ച എടുക്കും. പിന്നെ ഇങ്ങനെ എഴുതിക്കൂടി ഇതെല്ലാം കൂടെ നടക്കും. സങ്കീർണമായ പ്രക്രിയ. ഇത് എവിടെങ്കിലും തെറ്റിയെന്ന് കണ്ടാൽ പുള്ളി കേസിന് പോയി കഴിഞ്ഞാൽ പുള്ളി വീണ്ടും MLA ആവും. അങ്ങനല്ലേ രാഹുൽ ഗാന്ധി MP ആയി തിരിച്ചു വന്നത്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ പ്രശ്നം. വലിയ ആവശ്യമില്ലാതെ പോയിട്ട് വെളുക്കാൻ തേച്ചത് പാണ്ടായിട്ട് തരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് തൽക്കാലം പോകാൻ സാധ്യതയില്ല. പക്ഷെ സ്പീക്കർക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. പറയണം. സ്പീക്കർ രാഷ്ട്രീയമാണ് സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് തെറ്റാണ്. സ്പീക്കർ എന്ന രീതിയിൽ അദ്ദേഹം ഇപ്പൊ വ്യക്തിപരമായ രാഷ്ട്രീയം പറയുകയാണ്. അദ്ദേഹത്തിന് ഈ നിയമങ്ങളൊക്കെ അറിയാം. ഇതൊരു വലിയ സംഭവം അല്ലല്ലോ സാർ. ഈ നിയമമൊക്കെ ഇവരുടെ സത്യപ്രതിജ്ഞയിൽ തന്നെ ഈ വാചകങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു നാണക്കേട്, ഒരു നാറ്റം. അതാണ്. വലിയ ശിക്ഷയൊന്നും ലഭിക്കത്തക്കതില്ല. കാരണം പരസ്പര സമ്മതത്തോടെന്നുള്ളത് വ്യക്തമാണ്. പരസ്പര സമ്മതത്തോടെ ആരംഭിച്ചത് പക്ഷേ വളരെ ക്രൂരമായി പോയി എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ചതിച്ചു, വഞ്ചിച്ചു. ചതിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്തതിന് കേസില്ല. ചതിക്കുകയും വഞ്ചിക്കുക, റേപ്പ് ചെയ്തതിനാ കേസ്. റേപ്പ് എന്ന് പറയുന്നില്ലല്ലോ. ക്രൂരമായി പോയി. പിന്നെ ഗർഭഛിദ്രം എന്നുള്ളതാണ്. അത് മാത്രമാണ് ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷെ അതിന് കാര്യമുണ്ട്. അതിന് മെഡിക്കൽ എവിഡൻസ് വേണം.
വേണം. അപ്പൊ അല്ല, DNA സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു പറയുന്നുണ്ട്. ഒരു ലേഡി അല്ല, അത് ഉപ്പ് തിന്നെങ്കിൽ വെള്ളം കുടിക്കട്ടെ, വിരോധം മൊഴി കൊണ്ട് മാത്രം പോരാ. ഒരു ലേഡി ഇപ്പൊ അത് അവിടെയാണ് നമ്മൾ മോണിക്ക ലെവൻസ്കിയുടെ കാര്യം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അതേപോലെയാണെങ്കിൽ ഓക്കെ, എവിഡൻസ് ആയി. അതല്ലാത്തടത്തോളം അത് നടക്കാൻ സാധ്യതയില്ല. അത് തന്നെ, അതൊക്കെ തന്നെ ഇപ്പോൾ അവർ തമ്മിൽ ഇപ്പോൾ കൂട്ടാവുകയും ഈ പിന്നെ ഇദ്ദേഹത്തിനെ ഈ മുട്ടയെറിഞ്ഞവരും ഒക്കെ നാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതും വേണമെങ്കിൽ സാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു സാധ്യത കൂടെ ഉണ്ട് സാർ. പറയൂ. അതായത് ഇപ്പോൾ ഇദ്ദേഹം അവിവാഹിതനായ ഒരു മനുഷ്യനാണല്ലോ. ഇദ്ദേഹത്തിന് ഇപ്പൊ എതിരാളികൾ പറയുന്ന രീതിയിലാണ്, മറ്റേത് വിവാഹിതയായ കുട്ടിയായിരുന്നു. ഇവിടെ എതിരാളികൾ പറയുന്നത്, നമ്മുടെ അഭിപ്രായമല്ല പറയുന്നത്, എതിരാളികൾ ഇദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്ന ഒരു വാചകം ഇതാണ്: ഇദ്ദേഹത്തിന് ഇനി ഒരു നല്ല കുടുംബത്തിൽ പിറന്നൊരു പെൺകുട്ടിയെ, തറവാട്ടിൽ പിറന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് പറ്റുകയില്ല. അത് ആരും കൊടുക്കുകയില്ല, ഇത്രയും അലിഗേഷനിൽ നിൽക്കുന്ന ഒരാള്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ഒരു ഫൈനൽ ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ പ്രശ്നത്തിൽ പെട്ട അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയ കേസുമായിട്ട് ആരാണോ മുന്നിൽ വരുന്നത്, ആരുമായിട്ട് സെറ്റിലായി ഒരു സന്തുഷ്ടമായ കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ അവർ തമ്മിൽ ധാരണയായാൽ ആ പ്രശ്നം ഇവിടെ അവസാനിച്ചില്ലേ? അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ അവസാനിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ വേണമെങ്കിൽ അവസാനിച്ചോട്ടെ, തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെട്ടു. ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് ഇനി പുറത്താക്കുക എന്ന് പറയുന്നത് ഒട്ടകം സൂചിക്കൊഴിയിൽ കൂടി സമയം തീരെയില്ല. ശരിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.